കാണുമ്പോൾ മറ്റൊരു വഴിക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുമെന്നുള്ളതാണ്. The topic or the theme you will hear this morning is the true seekers will find it, whereas others will go back in a different path. ഈ വിദ്വാൻമാരെ കുറിച്ച് ഈ ദൈവവചനം നമ്മോട് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഒരു വിവരണം മാത്രമല്ല, ആത്മീയമായ അന്വേഷണത്തിൻ്റെതായ ഒരു ശക്തമായ ഒരു ചിത്രം കൂടെയാണ്. And when we hear about these wise men, it is not just about the pursuits, but you understand it is a spiritual depiction. അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഈ വിദ്വാൻമാർ കടന്നു വരുന്നതായ സമയത്ത് രാജാക്കന്മാർ അവിടെയുണ്ട്, യഹൂദന്മാർ അവിടെയുണ്ട്, മതഭക്തന്മാർ അവിടെയുണ്ട്. അവർക്കൊന്നും മനസ്സിലാക്കുവാൻ കഴിയാത്തതായ ചില കാര്യങ്ങൾ ഈ വിദ്വാൻമാർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായത് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയും. We learn through the word that what was not revealed to the other scholars, it was revealed to this wise men. കാരണം യെരുശലേം എന്ന് പറയപ്പെടുന്നത് വളരെ തിരക്കിലായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. Jerusalem at that period was busy. പ്രത്യേകാൽ ഇപ്പോൾ വിദ്വാൻമാർ കടന്നു വന്നിരിക്കുന്നതായ സമയത്ത് രാജാവാണെങ്കിൽ വളരെ അസ്വസ്ഥനായിരിക്കുകയും നമുക്ക് കാണാൻ കഴിയും. And you will also see how the king is anxious as these wise men search him. ഈ വിദ്വാൻമാർ അവർ നക്ഷത്രം കണ്ട് ഇറങ്ങി പുറപ്പെട്ടു. അവർ നക്ഷത്രത്തെ അനുഗമിച്ച് കടന്നു വരുന്നത് കാണാൻ കഴിയും. അവർ രാജാവിൻ്റെതായ കൊട്ടാരത്തിലേക്കാണ് കടന്നു പോകുന്നത്. But they saw the star and led by it and they go to the king's palace. യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെയെന്നുള്ളതായി ചോദ്യത്തിന്റെ മുമ്പിൽ രാജാവും രാജകൊട്ടാരവും തന്നെ വ്യാകുലരാകുന്നു. ആകപ്പാടെ അതായത് സംഭ്രാന്തിയിലാകുന്നത് നമുക്ക് കാണാൻ കഴിയും. We see when these wise men quiz about where is this new king of Jew, the palace is perplexed. പുരോഹിതന്മാർക്ക് ശാസ്ത്രിമാർക്ക് അതിനെക്കുറിച്ച് പ്രവചനം എന്താണ് പറയുന്നത്, ദൈവവചനം എന്താണ് പറയുന്നതിനെ കുറിച്ച് അവർക്ക് നല്ല ഗ്രാഹ്യമുണ്ട്. The priests and the scholars very well understand what the scriptures or the books talk about it. അപ്പോൾ രാജാവായി പിറന്നവൻ പിറന്നിരിക്കുന്നു എന്നുള്ളതായ കാര്യവും ഇപ്പോൾ വിദ്വാൻമാർ മുഖാന്തരം അവർ അറിഞ്ഞിരിക്കുകയാണ്. And the scholars learn about this birth of this king through this man. എങ്കിലും അവർക്ക് ഒരു ചലനവും ഇല്ല എന്നാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. But yet you see they are unmoved about it. എന്നാലും അപ്പോഴും ഈ വിദ്വാൻമാർ, ഈ ജ്ഞാനികളായിരിക്കുന്ന വിദ്വാൻമാർ അല്ലെങ്കിൽ ശാസ്ത്രിമാർ ഹല്ലേലൂയ അതിനെ അന്വേഷിച്ച് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. But you see the wise men continue to pursue it. അപ്പോൾ അവരെ വളരെ ദൂരം സഞ്ചരിച്ച് വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഹല്ലേലൂയ അവർ കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. And you see they undertake a lot of stress in this journey. ഈ സംഗതി നമ്മെ വിളിച്ചറിയിക്കുന്നത്, നമ്മോട് പറയുന്നതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിക്കുന്നതായ വ്യക്തിക്ക് തീർച്ചയായും ദൈവം തൻ്റെതായ വെളിപ്പാടുകളെ അതത് സമയത്ത് വെളിപ്പെടുത്തുമെന്നുള്ളതായ ഒരു സത്യം കൂടിയാണ്. What we will learn and understand is that the true seekers, to them will be revealed the truths of the word. അന്ന് മാത്രമല്ല ഇന്നും ഇനിയും കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ എന്നും ഹല്ലേലൂയ സത്യം അന്വേഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സത്യ അന്വേഷികൾക്ക് ദൈവം തന്റെ സത്യത്തെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. Then today until the coming of Jesus, God will reveal the truths to the true seekers. ഈ ആരാധന എന്ന് പറയപ്പെടുന്നത് ഹല്ലേലൂയ നമ്മളോട് കൃത്യമായിട്ട് സംസാരിക്കുന്നത്, ഹല്ലേലൂയ ഉണർവ് ആരംഭിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഉള്ളിന്റെ ഉള്ളിൽ അതിന് വേണ്ടുന്നതായ ഒരു ആഗ്രഹം വരുമ്പോഴാണ് ആരാധന ആരംഭിക്കുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ അതിനെ കുറിച്ച് ഒരു അന്വേഷണം, അതിനെ കുറിച്ച് ഒരു വലിയ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ്. The revival, the worship, and all begins when there is a true desire in our hearts. Amen. Hallelujah. അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പൽക്കാലം ചിന്തിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നതായ പോയിന്റ് എന്തെന്ന് ചോദിച്ചാൽ, തന്നെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവർക്ക് ദൈവം തന്റെ മാർഗനിർദ്ദേശം വെളിപ്പെടുത്തുന്നു. The first topic is God reveals his direction to those who earnestly seek him. Amen. ഈ വിദ്വാൻമാർ നക്ഷത്രം കണ്ടപ്പോൾ ഹല്ലേലൂയ അത് കാണുവാൻ തക്കവണ്ണം ഉള്ളതായ കണ്ണുകൾക്ക് അവർക്ക് പ്രകാശം ലഭിച്ചു. Where these wise men had light in their eyes so that they could see the star. അപ്പോൾ അവർക്ക് വളരെ
ക്ലിയർ ആയിട്ടുള്ളതായ ഒരു സന്ദേശമാണ്, ഒരു ദൂതാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. They got a clear direction and a message. ഹല്ലേലൂയ. വ്യക്തമായിട്ട് അവരോട് പറയുകയാണ്. അവർക്ക് മനസ്സിലായി ഇത് മറ്റേതുമല്ല, ഇത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഞങ്ങളുടെ മധ്യത്തിൽ പിറന്നിരിക്കുന്നു. അതുകൊണ്ട് അന്നുള്ളതായ ആ വ്യക്തമായ ഒരു മെസ്സേജുമായിട്ടാണ് കടന്നു വരുന്നത്. They had a clear revelation and a message that the King of Jews was born among them. ആമേൻ. ഹല്ലേലൂയ. അവർക്ക് നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവചനം നമുക്ക് ലഭിക്കുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നവർക്കാണ്. ഹല്ലേലൂയ. അത് വചനമാണെങ്കിലും ആരാധനയാണെങ്കിലും ഉണർവാണെങ്കിലും അല്ലെങ്കിൽ വളർച്ചയാണെങ്കിലും ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അത് നൽകി തരുവാൻ ദൈവത്തിന് കഴിയുള്ളൂ. Whether it is the word, whether it's the worship, whether it is a revival, God provides to them who sincerely seek it. ആമേൻ. ഇന്ന് പൽക്കാലവും നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ തക്കവണ്ണം നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. We are here this morning to worship our Lord. ആമേൻ. എന്നാൽ യഥാർത്ഥത്തിൽ ആരാധന ആർക്കാണ് ആരാധിക്കുവാൻ കഴിയുന്നത്? But it is who can really worship Him. നമ്മൾ വെറുതെ ഒരു കാഴ്ചക്കാരനായിട്ട് ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയില്ല. If we are sat here as spectators, we will not be able to worship Him. അത് നമ്മുടെ വ്യക്തിപരമായ ഹൃദയത്തിൽ കർത്താവ് ഹല്ലേലൂയ എനിക്ക് അങ്ങേ ഒന്ന് കാണണം, അങ്ങേ ഒന്ന് സ്പർശിക്കണം, അവിടുത്തെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം എന്നുള്ളതായ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ കാണുവാൻ കഴിയുള്ളൂ. We can only see our God if we have the desire. Lord, I want to feel your presence. I want to feel your touch. ആമേൻ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ the star was for a intentional heart. ഹല്ലേലൂയ. ആമേൻ. വ്യക്തിപരമായി വളരെ താല്പര്യത്തോടുകൂടെ ഹൃദയാംഗമായി താല്പര്യത്തോടുകൂടെ കാത്തിരുന്നവർക്കാണ് കാണുവാൻ കഴിഞ്ഞത്. Those who had the desire, the star was for those intentional hearts. ആമേൻ. ഹല്ലേലൂയ. Praise the Lord. അങ്ങനെ നാം നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ വളരെ താല്പര്യത്തോടുകൂടെ മനഃപൂർവ്വമായി ദൈവത്തെ നാം അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്. യെരമ്യ പ്രവചനം 29 അധ്യായം 13 വാക്യം ഒന്ന് വായിക്കാമോ? ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 29 വേഴ്സ് 13. അതെ 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 അതെ. എന്താണ് അവിടെ പറയുന്നത്? നിങ്ങൾ എന്നെ അന്വേഷിക്കുക. അടുത്ത പിന്നെ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടുകൂടെ അന്വേഷിക്കുമ്പോൾ എന്ത് ചെയ്യും? You will seek me and find me when you seek me with all your heart. ആമേൻ. നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ, അത് പൂർണ്ണ ഹൃദയത്തോടുകൂടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തുവാൻ തക്കവണ്ണം കഴിയും. It says when you seek me and you seek God with all your heart, you will find Him. അപ്പോൾ കർത്താവിനെ കണ്ടെത്തണമെങ്കിൽ, so if you want to find Jesus, നമുക്ക് ഒരു പൂർണ്ണ ഹൃദയം ഉണ്ടാകണം. we must have a sincere or full heart. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ കണ്ടെത്തുക മാത്രമല്ല, കണ്ടെത്തുക എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആരാധനയാക്ക്, വചനം പഠിക്കുന്നതാക്ക്, ദൈവത്തിന് വേണ്ടി പാടുന്നതാക്ക്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാക്കാം. എന്തു തന്നെയാണെങ്കിലും നാം പൂർണ്ണ ഹൃദയത്തോടുകൂടെ ചെയ്യുന്നുവെങ്കിൽ അതിനെ നമ്മെ കൊണ്ട് സാധിപ്പിക്കുന്ന ഒരു ദൈവം. Whatever you do, if you do it with all your heart, not only will you find Him, you can substitute the word find with worshiping, with singing, all that you desire. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ ഭാഷയിൽ പറഞ്ഞാൽ നാം ചെയ്യുന്നതെല്ലാം വിശ്വാസത്തോട് കൂടെ വേണം. പൂർണ്ണ വിശ്വാസത്തോട്, പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ ശക്തിയോടുകൂടെ നാം ചെയ്തു കഴിയുമ്പോൾ അതിന് പുറകിൽ ദൈവപ്രവൃത്തിയുടേതായ അത് വെളിപ്പാട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. If you do all that with all your heart, with all your strength, with all your mind, with all your soul, you will find the perfection of God's act behind it. ഇങ്ങനെ നാം വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് the revelation must lead to obedience. അത് നമ്മെ അനുസരണ
ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ തന്നെ കാണുവാൻ കഴിയും. And you will start seeing that in your life, that the revelation will lead you to obedience. ആമേൻ. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ എല്ലാ വിഷയങ്ങളെ കുറിച്ച് ഹല്ലേലൂയ ആമേൻ the worship sharpens our spiritual sensitivity. ഹല്ലേലൂയ നമുക്ക് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ആത്മീയമായി അപഗ്രഥിക്കുവാൻ മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ളതായ ആമേൻ വലിയ കൂർമ്മ ബുദ്ധി ആമേൻ ജ്ഞാനം ദൈവം നമുക്ക് നൽകും. You will see that when you start worshiping, it will sharpen your spiritual sensitivity, your awareness of the situation around you. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഹല്ലേലൂയ അല്ലാതെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ it becomes only a ritual. ഹല്ലേലൂയ അത് വെറും ഹല്ലേലൂയ ഒരു ചടങ്ങായിട്ട് മാറുകയാണ്, ആരാധനയായിട്ട് മാറുകയില്ല. And if you do that without that sincerity, that all hearted said, it just becomes a ritual. അവർ ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ കർത്താവേ അവിടുത്തെ നക്ഷത്രം കാണുമ്പോൾ, അവിടുത്തെ വെളിച്ചം എന്നിലേക്ക് പകരുമ്പോൾ, അവിടുത്തെ വചനം എന്നിലേക്ക് പകർന്നു വരുമ്പോൾ ദൈവമേ ഈ ദിവസങ്ങളിൽ അതിനെ മുമ്പിൽ അനുസരിക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us have this prayer, Lord. When I see that star, I see your light, I see your direction, and that I will reveal for me. രണ്ടാമത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് true seekers move beyond information to revelation. ഹല്ലേലൂയ സത്യാന്വേഷികൾ വിവരങ്ങൾ ലഭിക്കുന്ന വെളിപ്പാടിലേക്ക് മാറുകയാണ്. The second point is that true seekers will move beyond information to revelation. എന്താണ് ഇവിടെ വായിക്കുന്നത്? നമ്മൾ വായിക്കുന്നത് അവിടെ പ്രത്യേകിച്ച് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 3 മുതലുള്ളതായ വേദഭാഗത്തിൽ നമുക്കതിനെ കാണുവാൻ തക്കവണ്ണം കഴിയും. When we turn to Matthew chapter 2 verse 3 onwards, you will be introduced. ആമേൻ. ഹല്ലേലൂയ. അവിടെ നമ്മൾ ചിന്തിക്കുന്നതായ ഒരു കാര്യം, അവര് ഹല്ലേലൂയ ആമേൻ ആ അന്വേഷിച്ച് കടന്നു വരുന്നതായ പ്രിയപ്പെട്ടവർക്ക് ചില ഇൻഫർമേഷൻ ഹല്ലേലൂയ അവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. You will see that in those verses that when they come there, they reveal new information. ഹല്ലേലൂയ. ഈ ജ്ഞാനികൾ അല്ലെങ്കിൽ വിദ്വാൻമാർ യെരുശലേമിൽ എത്തിയപ്പോൾ ഹല്ലേലൂയ ആത്മീയമായി ഹല്ലേലൂയ ഒരു ചലനമില്ലാത്തതായ ചില അറിവുകളാണ് അവർക്ക് ലഭിച്ചത്. When they went over there, they were revealed to them a certain spiritual truths that they didn't know. അവർ മനസ്സിലാക്കി. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ രാജാവിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ രാജാവ് അവിടെ ഉള്ളതായ മതപണ്ഡിതന്മാരെ ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് രാജാവ് പറക്കുന്നവൻ എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണെന്നുള്ളതായ നിലയിൽ ഹല്ലേലൂയ അറിവ് സമ്പാദിപ്പിക്കുന്നു. അറിവ് ഇവർക്ക് ലഭിച്ചു. And the king calls upon the teachers of the law, and they're all searching, where is this new king born? And all this information was revealed to the wise men. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ശാസ്ത്രിമാരും അതുപോലെ പുരോഹിതന്മാരും ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഹല്ലേലൂയ രാജാവായി പിറന്നവൻ പിറന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവരോടൊപ്പം കടന്നു പോകുവാനോ അതിനോടൊപ്പം ചേരുവാനോ ഉള്ള ഒരു ആഗ്രഹം അവർക്കില്ല. അവർക്കുള്ളത് ചീർപ്പിക്കുന്നതായ അറിവ് മാത്രമാണ്. And you will notice that these scholars and the teachers, while they learned that there is a king, they did not join this wise men in pursuing and searching them because they were filled with the pride. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അപകടകാരിയായ ഒരു മേഖലയാണിത്. And this in the Christian life is one of the most dangerous situations. നമുക്ക് പലർക്കും വചനം നന്നായിട്ട് അറിയാം. Some of us, we all know the word very well. ഹല്ലേലൂയ. വചനത്തിന്റെ ആഴത്തെ കുറിച്ച്, അതിന്റെ വ്യാപ്തിയെ കുറിച്ച്, അതിൻ്റെതായ ഹല്ലേലൂയ അല്ലെങ്കിൽ ഡോഗ്മ അല്ലെങ്കിൽ ഡോക്ട്രിനെ കുറിച്ചെല്ലാം വളരെ നല്ല നിശ്ചയമുള്ളവരാണ്. And some of us know the depth and breadth and the doctrines and the dogma. എന്നാൽ പലപ്പോഴും നമുക്ക് അറിയാവുന്നതായ ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാൻ കഴിയാതെ പലപ്പോഴും ഹല്ലേലൂയ പരാജയപ്പെടുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം But we കഴിയും. also see we are
unable to apply this knowledge and we fail in our life. ഹല്ലേലൂയ. എന്നാൽ ഈ വിദ്വാൻമാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് ലഭിച്ചതായ അറിവ് കൊണ്ട് അവർ തൃപ്തിപ്പെടുവാൻ തക്കവണ്ണം അവിടെ അവര് ഹല്ലേലൂയ അവർ പോകുന്നില്ല. അതിന് മുമ്പോട്ട് കടന്നു പോകുവാൻ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചോ അതിൻ്റെതായ ആ പര്യാപ്തി ആ സമാപ്തി കാണുവാൻ തക്കവണ്ണം വ്യഗ്രതയുള്ളവരായി പോകുന്നു. But you see, these wise men, they were not satisfied with the knowledge, but they continued to pursue till they find the end, which was their objective. അവരുടേതായ അവർ ലോജിക് ഉപയോഗിച്ചാണ് ഇപ്പോൾ അവർ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. They came to the palace with their logic. അവർ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നത്. In our lives too, similar situations happen. അവർ ഇറങ്ങി പുറപ്പെട്ടത് നക്ഷത്രം കണ്ടുകൊണ്ടാണ്. They began the journey seeing the star. ആ പോകുന്ന വഴിക്കാണ് അവർ മനസ്സിലായത് രാജാവാണ് ജനിച്ചിരിക്കുന്നത്. On the way they realized it is a king that is born. അവരുടെ മനസ്സിൽ ഒരിക്കലും ചിന്തിച്ചില്ല ഈ രാജാവായി പിറന്നവൻ ഹല്ലേലൂയ വഴിയമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു പുൽക്കൂട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിലല്ല ജനിക്കാൻ പോകുന്നത് എന്ന് അവർക്കറിയാമായിരുന്നു. They never imagined that this king is going to be born in a stable or an inn. ആ അറിവെന്ന് പറയുന്നത് അവർക്ക് അതായത് ലോകത്തിൽ നിന്നുള്ളതായ പരിചയത്താൽ ലഭിക്കപ്പെട്ടത് അറിവാണ്. And that knowledge is what they gained in the world. പ്രകൃതിയാൽ നമ്മൾ ചിന്തിച്ചാൽ രാജാവ് ജനിക്കേണ്ടത് രാജകൊട്ടാരത്തിലല്ലേ? Because naturally you would think a king would be born in a palace. അതേ അറിവോട് കൂടിയാണ് അവർ രാജകൊട്ടാരത്തിലേക്ക് കടന്നു പോയത്. It is with that knowledge they go to the palace. എന്നാൽ നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് അവിടെ രാജാവ് ജനിച്ചിട്ടില്ല. But we learn the king was not born in that palace. ഈ വിദ്വാൻമാരുടേതായ സന്ദർശനം ആകപ്പാട് കൊട്ടാരത്തെ ഇളക്കി മറിച്ചിരിക്കുക. The visit of this wise man turns the palace upside down. ആകപ്പാട് അവിടെ ഉള്ളവരെ ആശയക്കുഴപ്പത്തിലായി. They are all perplexed. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇവിടെ നിന്നാൽ ശരിയാകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും കൊട്ടാരം വിടുന്നത്. It is then they realize it is not good to stay here longer and they depart from the palace. ഇവിടെ നിന്ന് ഒരു സന്ദേശം എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്. Here is a message for you. പലപ്പോഴും നമ്മൾ നല്ല ആഗ്രഹത്തോടു കൂടി ദൈവത്തെ അന്വേഷിച്ചിറങ്ങും. Many times we start with a good intent and pursue our Lord. എന്നാൽ നമ്മുടെ മാനുഷികമായ ജ്ഞാനം ഉപയോഗിച്ച് മാനുഷികമായ യുക്തി ഉപയോഗിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന തരത്തിലായിരിക്കും ദൈവം നടത്തുന്നത്, ഇന്ന തരത്തിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവം ഉദ്ദേശിക്കാത്തതായ സ്ഥലങ്ങളിലേക്ക് നമ്മൾ കയറി ചെല്ലും. And sometimes we use our human knowledge and we pursue our path thinking this is what God had ordained for me. അവിടെ ചെന്ന് അകപ്പെടുമ്പോഴാണ് മനസ്സിലാകുന്നത് ആകപ്പാടെ കുഴപ്പത്തിലായല്ലോ എന്ന്. But it is there you realize we are in a problem. വിദ്വാൻമാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായ കാര്യം അങ്ങനെ കുഴപ്പത്തിലായി എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് താളം തട്ടാതെ അവരവിടെ നിന്ന് മടങ്ങിപ്പോകുകയാണ്. But what we learn from this wise man, when they learn there is a problem, they escape from there. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് അവർ മടങ്ങി വരുമ്പോൾ അപ്പോഴും അവരെ നയിച്ചതായ നക്ഷത്രം അവരെ കാത്തിരിക്കുകയായിരുന്നു. When they return back, the star is waiting for them. ഹല്ലേലൂയ. അവരെ ലക്ഷ്യസ്ഥലത്ത് കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് ഈ നക്ഷത്രം അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്. The star was revealed to them to lead them to their destination. അവർ മടങ്ങി വന്നപ്പോൾ പിന്നെയും അവരെ രാജാവിന്റെ അടുക്കലേക്ക് നയിക്കുവാൻ തക്കവണ്ണം വീണ്ടും നക്ഷത്രം അവർക്ക് മുമ്പേ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. We see the star leads them all the way to the King of Kings. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് അപ്പോൾ അവർക്ക് ലഭിച്ചതായ ആ കൊട്ടാരത്തിൽ നിന്ന് ലഭിച്ചതായ ആ സെക്കൻഡ് ഹാൻഡ് വിശ്വാസം ഒക്കെ അവർ മാറി വെച്ചിട്ട് അവർ വളരെ ആഗ്രഹത്തോടുകൂടെ അവര് നക്ഷത്രത്തിന്റെ പിന്നാലെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. We see how they leave that second hand faith and they pursue the star. അപ്പോൾ അവിടെ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നതായ കാര്യം ഇതാണ്. The revelation requires a persistence. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്നതായ വെളിപ്പാട്
നിലപാടിന് അതിനെ മുന്നോട്ട് അതിനെ പുറകെ പോകുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഹല്ലേലൂയ ഒരു പെർസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. We must have a persistence to wait till we get the revelation. ആമേൻ. ഹല്ലേലൂയ. ദൈവവചനം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കൂടെ ഓർപ്പിക്കാറുള്ളത് ഒരു സൈൻ ബോർഡ് പോലെയാണ്. As I often remind you, Word of God is like a signboard. ഹല്ലേലൂയ. അങ്ങ് ദൈവമായി ഞാൻ പറഞ്ഞത് അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമാണ്. ഈ നക്ഷത്രത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറയുന്നത്. I talk in relation to the star and bring this illustration. ഹല്ലേലൂയ. ഒരു സൈൻ ബോർഡ് നമുക്ക് റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് സൈൻ ബോർഡ് കാണാൻ തക്കവണ്ണം ഇടയാകുമല്ലോ. When we drive our vehicles, we see signboards on the road. ആമേൻ. അതായത് ഈ വഴിക്ക് ഈ ടേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നടത്ത് പോകാം എന്നുള്ളതായ ഒരു സൈൻ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. You will see there is a certain board that tells you if you turn here, this is where you go. എന്നാൽ ആ സൈൻ ഒരിക്കലും നമ്മോട് കൂടെ വരുന്നില്ല. But the sign does not move along with us. ഹല്ലേലൂയ. ആ സൈൻ അനുസരിച്ച് നമ്മൾ പോകുക എന്നുള്ളതേ ഉള്ളൂ. But we only follow the sign and the directions. അവർ ഇത് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവിടെ കഴിയും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഈ സൈൻ കൂടെ വരിക എന്നുള്ളതാണ്. But the peculiarity of the star is it goes along with you. അപ്പോൾ വഴിക്ക് വെച്ച് നമ്മളെ മറന്നു കളയാത്തതായ ദൈവ സാന്നിധ്യം. It is the presence of God that does not leave you astray in the middle. ഞാനും നിങ്ങളും എന്ത് ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ടോ ആ ആഗ്രഹം സബലീകരിക്കുന്നത് വരെയും നമ്മെ വിട്ടുമാറാത്തതായ നക്ഷത്രം. A star that does not leave you till your goal is attained. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് പൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ദൈവവുമായിട്ടുള്ളതായ ഒരു എൻകൗണ്ടർ ഒരു കണ്ടുമുട്ടൽ ആവശ്യമാണ്. What we learn today is that if you truly want to worship God, you must have Him in that persistence. അവർ ഇന്ന് ഈ പ്യൂസിൽ ഇരിക്കുന്നതായ നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മളെല്ലാവരും ഹല്ലേലൂയ ഒരു അനക്കവുമില്ലാതെ വന്ന് ഹല്ലേലൂയ വന്ന് അവർ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ കേട്ടും കണ്ടും പോകുകയാണെങ്കിൽ നമ്മുടെ ആരാധന പൂർണ്ണമാകുന്നില്ല. You can be sat on the pews motionless, but you will only be a spectator. അവർ ഹല്ലേലൂയ അതിനെ നമ്മൾ പറയുന്നത് ജസ്റ്റ് ഒരു റൊട്ടീൻ എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 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 അവർ നമ്മുടെ സ്കെഡ്യൂൾ അനുസരിച്ച് വന്നു ഇരുന്നു പോയി അന്നേ മാത്രമേ ഉള്ളൂ. And all that would be like a routine. You follow a schedule, you come sit and you go. ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ആരാധന എന്ന് പറയുന്നത് റൊട്ടീൻ അല്ല. ഹല്ലേലൂയ. യഥാർത്ഥമായി എനിക്ക് എന്റെ ദൈവത്തെ ഇത് വൽക്കാലം ആരാധിച്ചിട്ട് ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിന്റെ നിറവ് അനുഭവിച്ച് കടന്നു പോകണമെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? How many of us have this desire that let me not be a spectator, but I want to experience the wholesome presence of God? ദൈവജനമേ, നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് കാഴ്ചക്കാരായിരിക്കുക എന്നുള്ളതല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്നുള്ളവരാണ്. God does not want us to be spectators, but He wants us to worship Him in truth and spirit. ഹല്ലേലൂയ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് a true encounter with Jesus produces worship and surrender. ഹല്ലേലൂയ. യേശുവിനോടുള്ള യഥാർത്ഥ കണ്ടുമുട്ടൽ ഹല്ലേലൂയ എങ്ങനെയാണ് അവസാനിക്കുന്നത്? ആരാധനയോടും സമർപ്പണത്തോടും കൂടെ ഹല്ലേലൂയ അത് ഹല്ലേലൂയ മുന്നോട്ട് കടന്നു പോകുവാനിടയാക്കി. And the third point is that a true encounter with Jesus produces worship and surrender. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നതായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9 മുതലുള്ളതായ വേദഭാഗം വായിക്കുമ്പോൾ രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുമ്പോഴും അവർക്ക് മുമ്പേ പോയിക്കൊണ്ടിരുന്നു. We read in Matthew chapter 2 verse 9, after they had heard the king, they went on their way, and the star they had seen in the east went ahead of them until it stopped over the place where the child was. ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നതുകൊണ്ട് ഒന്ന് വായിക്കാമോ? അതിന്റെ 10ാമത്തെ വാക്യം. And the 10th verse. അടുത്ത 11ാമത്തെ വാക്യം. ആ
ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതെ, നിക്ഷേപപാത്രം. ആമേൻ, ഇതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. This is what we see in the 10th was when they come to the when they saw the star, they were overjoyed. On coming to the house, they saw the child with Mother Mary, and they bowed down, worshipped him. They opened their treasures and presented him with gifts of gold, incense, and myrrh. ഹല്ലേലൂയ. നക്ഷത്രം കണ്ടതുകൊണ്ട്, എന്തുകൊണ്ട്? ഹല്ലേലൂയ, അവര് അല്പം വഴി വിട്ട് പോയതാണ്. ഹല്ലേലൂയ, അല്പം ദിശ വിട്ട് മാറിയതാണ്. പക്ഷെങ്കിൽ അത് മടങ്ങി വന്നപ്പോൾ അവർക്ക് അപ്പോഴും നക്ഷത്രത്തെ കാണുവാൻ തക്കവണ്ണം ഇടയായി. അത് കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചു. They lost their way for a bit, but when they come back, they see the star and they were overjoyed. ഇന്നൊരു പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമേ, നമ്മളെ എത്രയോ പ്രാവശ്യം ദൈവത്തിന്റെ വഴി വിട്ടു പോയവരാണ്. All of us, how often have we lost our way? ദൈവം നയിച്ച പാതയിൽ നിലനിൽക്കുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ മാറിപ്പോയി നടന്നു പോയവരാണ് നമ്മൾ പലരും. We could not stay focused on the path and we went astray. എന്റെയും നിങ്ങളുടെയും വീഴ്ചയിൽ ജീവിതത്തിൽ പലപ്പോഴും ബലഹീനതകൾ വന്നിട്ടുണ്ട്. There have been shortcomings in our lives. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ആശ്വസിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സംഗതി എന്തെന്ന് ചോദിച്ചാൽ, But there is one reason to take comfort in the word. അവർക്ക് അവൻ മടങ്ങി വരുന്നവരെ തിരസ്കരിക്കുന്ന അല്ലെങ്കിൽ പോ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അടിച്ച ഓടിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. മടങ്ങി വരുന്ന മുടിയൻ പുത്രനെ ഹല്ലേലൂയ ആശ്ലേഷിച്ച് ഹഗ്ഗേത് അവനെ സ്വീകരിക്കുന്നത് പോലെ നമ്മെ സ്വീകരിക്കുന്ന ഒരു ദൈവമാണ്. Our God will not reject ones who repent, like the father who accepted the prodigal son. He will open his arms and accept you. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹാകരുണയോർത്ത് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. May we praise God for his everlasting mercy. അവർ എന്നെയും നിങ്ങളെയും നോക്കി നിന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെതായ സ്നേഹം എത്ര വലുതാണ്, അതിന്റെ ആഴം എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? Have we thought about how wide and how deep is his love? ഇതെല്ലാം നമ്മൾ ഓർക്കുമ്പോൾ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നാം താണു ദൈവത്തെ വണങ്ങേണ്ടതാണ്. When we think about this, we must submit and humble ourselves in God. എത്രയോ പ്രാവശ്യം നമ്മൾ അപേക്ഷിച്ചു പോയിട്ടുണ്ട്. പ്രാർത്ഥനകൾക്ക് എത്രയോ പ്രാവശ്യം കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ മറുപടി തന്നു. പക്ഷേ അതിൽ പുതിയ ഒരു ആവശ്യം വന്നപ്പോൾ നാം ദൈവത്തെ അവിശ്വസിച്ചു. How many times have we become unbelievers? He has answered so many prayers, yet we sometimes lose faith. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പൽക്കാലം നമുക്കൊന്ന് മടങ്ങി വരാം. Can we come back this morning? നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് സന്തോഷിക്കാം. May we find joy in the presence of God. ഇവരൊക്കെ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചു. They saw the star and they were overjoyed. അടുത്ത് നമ്മൾ വായിച്ചത് അവർ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കണ്ട് വീണ് അവരെ നമസ്കരിച്ചു. They see the child with his mother Mary and they bow and worship him. ദൈവജനമേ, ഇന്ന് പൽക്കാലം നമ്മൾ വീണ് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ്. We are here to bow and worship our Lord. നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. His presence is there in our midst. നമ്മുടെ കർത്താവ് നമ്മെ ഇതുവരെയും തന്റെ കൃപയാ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. He has brought us here through his grace. ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതെല്ലാം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചിട്ട് വേണം പോകാൻ. We must bring everything we brought to God and receive his blessings and go back. ഈ വിദ്വാൻമാർ കൊണ്ടുവന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. This is what we read that the wise men brought to Jesus. ഒന്ന് പൊന്നാണ്. They brought gold. രണ്ടാമത് കുന്തുരുക്കമാണ്. They brought incense. മൂന്ന് മൂര് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. And third we read it was myrrh. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് കർത്താവ് രാജാവാണ്. Where they announce that Christ is king. രാജാവിൻ്റെതായ അത് വിളിച്ചറിയിക്കുന്നതാണ് പൊന്ന് എന്ന് പറയപ്പെടുന്നത്. Gold announces that he is the King of Kings. കുന്തുരുക്കം എന്ന് പറയപ്പെടുന്നത് അവൻ മഹാപുരോഹിതനാണ്.
ആണ് എന്ന് വിളിച്ചറിയിക്കുന്നതാണ്. The incense announces that he is the priest, great priest. മൂര് എന്ന് പറയപ്പെടുന്നത് കർത്താവിന്റെ കഷ്ടാനുഭവത്തെ അത് വിളിച്ചറിയിക്കുന്നതാണ്. And myrrh announces the suffering he must undertake. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, You're here this morning. ഹല്ലേലൂയ, നാം ആരാധിക്കുന്നത് രാജാതിരാജാവിനെയാണ്. We worship a King of Kings. ഹല്ലേലൂയ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതനെയാണ്. A priest who pleads on our behalf. ഹല്ലേലൂയ, എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായ കർത്താവിനെയാണ്. A Jesus who became a sacrifice on the cross for you and me. ഇന്ന് പൽക്കാലം നമുക്ക് ആരാധിപ്പാൻ കാരണമുണ്ട്. We have a reason to worship him. നമ്മുടെ മധ്യത്തിൽ രാജാവ് കടന്നു വന്നിരിക്കുന്നു. In our midst is the King of Kings. നമ്മുടെ മധ്യത്തിൽ മഹാപുരോഹിതൻ കടന്നു വന്നിരിക്കുന്നു. In our midst is our great priest. അവർ കാൽവരി ക്രൂശിന്റേതായ മരണത്തിൽ ആ പ്രവേശനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. We have found an entry through his death on the cross. ഇതെല്ലാം കാഴ്ചവെച്ചിട്ടാണ് അവരിവിടെ കടന്നു പോകുന്നത്. They leave all these gifts and they return. അവർ ഇന്ന് വൽക്കാലം ആ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ആരാധിക്കുമ്പോൾ ഇതൊന്നും നമുക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? Can we think about these things and worship him? ഇന്ന് വൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ജീവനമേ, ഞാനും നിങ്ങളും അതിൽ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ശ്രേഷ്ഠത നിമിത്തമല്ല. We are not here because of our greatness. ഹല്ലേലൂയ, ദൈവം നമ്മളോട് കരുണ കാണിച്ചത് കൊണ്ട് മാത്രമാണ്. It is only because of his grace. ഹല്ലേലൂയ, ഇന്ന് വൽക്കാലം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. Can we submit ourselves to God's hands? ഹല്ലേലൂയ, ദൈവം അന്വേഷിക്കുന്നത് തങ്ങളെ തന്നെ ജീവിതത്തിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ജീവിതങ്ങളെയാണ്. God is seeking for those who surrender to him. ഹല്ലേലൂയ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ ഒരു ഉണർവ്, ഇതുവരെയും കാണാത്തതായ നിലയിലുള്ള ഒരു ഉണർവ് ഹല്ലേലൂയ ആരംഭിക്കും. A great revival will begin in your life, in the church and your family. ദൈവജനമേ, നാം ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ, As we come to the end of this year, ഹല്ലേലൂയ, നമ്മൾ ആരംഭിച്ചതിനേക്കാൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എന്റെ ദൈവത്തോട്, നമ്മുടെ ദൈവത്തോട് നമുക്ക് അല്പം കൂടെ ഒന്ന് അടുക്കണം. we should become closer to a God than we began the year with. ഇന്നലത്തെ സന്തോഷം പോരാ, നമുക്ക് അതിലും കൂടുതൽ സന്തോഷം വേണം. We need a greater joy than yesterday. ഇന്നലത്തെ കൃപ പോരാ, അതിലും കൂടുതൽ കൃപ വേണം. We need a greater grace than yesterday. ഇന്നലത്തേതായ സ്വസ്ഥത പോരാ, അതിലും കൂടുതൽ സ്വസ്ഥത വേണം. We need a greater rest than yesterday. ഇന്ന് വൽക്കാലം അത് ഈ പറയുന്ന നമ്മുടെ ഈ സാങ്ച്വറിയിൽ തന്നെ നടക്കും. And this will happen in the sanctuary itself. നാം നമ്മുടെ ദൈവത്തെ ആരാധിക്കേണ്ട വിധത്തിൽ ആരാധിച്ചാൽ, കൊടുക്കേണ്ടത് അർപ്പിക്കേണ്ടത് അർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആത്മാർത്ഥമായി നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. If we truly worship him, it will happen here in the sanctuary itself. Amen. അടുത്ത പോയിന്റ്, those who encounter Christ never return the same way. The fourth point is those who encounter Christ never return the same way. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവർ ഒരിക്കലും അതേ വഴിയിൽ പിന്നെ പോകുകയില്ല. Those who meet Christ will never go back the same way. ആമേൻ, ഹല്ലേലൂയ, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെതായ പ്രത്യേകത. This is a speciality of our lives. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ വേറൊരു വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. We read in the word, if any man is in Christ, he is a new creation. അവർ വിദ്വാൻമാർ യേശുവിനെ കണ്ടു നമസ്കരിച്ചു, പക്ഷെങ്കിൽ അവർക്ക് വെളിപ്പാട് ലഭിച്ചു, നിങ്ങൾ വന്ന വഴിക്ക് പോകരുത്, നിങ്ങളെ ഇനി ഞാനാണ് നയിക്കുന്നത്. The wise men got a revelation, do not go back the same way, I will lead you in a new way. ദൈവജനമേ, നാം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന കർത്താവിനെ കണ്ടുമുട്ടിയാൽ നമ്മുടെ ജീവിതം തന്നെ ആകപ്പാടെ മാറും. If we meet Christ,
our lives will change. ഹല്ലേലൂയ. നമുക്ക് നാം പോകേണ്ടുന്നതായ പാതയെ കുറിച്ചുള്ളതായ വെളിപ്പാട് നമുക്ക് നൽകും. We will receive revelations about the way that we should go. ഹല്ലേലൂയ. അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിൽക്കേണ്ടതായ ഒരു ഉണർവിലേക്ക് നമ്മെ നടത്തുന്നതാണ് ഈ പ്രത്യേകമായ ഈ എൻകൗണ്ടർ. This encounter will lead us into an everlasting revival. ഹല്ലേലൂയ. ഈ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ ഹല്ലേലൂയ നമ്മുടെ പ്രയോറിറ്റീസിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. And if you come and have this encounter, our priorities will change. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്നതായ നിലയിൽ ഹല്ലേലൂയ കർത്താവ് ഞാൻ പഴയതുപോലെ അല്ല ഇനി ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് അവർ ഇതുവരെ ആരാധിച്ചതുപോലെയല്ല ഒരു പുതിയ വെളിപ്പാട് കൂടെ ദൈവത്തെ ആരാധിക്കുമെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ വെളിപ്പാട് ലഭിക്കും. We will receive this revelation that our worship will change. It will not be the old worship, it will be a worship with a new revelation. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 6-ാം അധ്യായത്തിന്റെ 1-ൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. യോശിയ രാജാവ് മരിച്ച ആണ്ടിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഹല്ലേലൂയ കണ്ടതായ ഒരു ദർശനത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയും. In Isaiah chapter 6, we read about in the year the King Uzziah died, he saw a new revelation. ഹല്ലേലൂയ. ആ വ്യക്തി സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിൻ്റെതായ ദർശനമാണ് തനിക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞത്. He sees the revelation of the Lord of the armies. ഹല്ലേലൂയ. അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. In the 5th verse, this is what we read. അപ്പോൾ ഞാൻ എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു എന്ന് അദ്ദേഹം പറയുവാനിടയായി. He says, woe to me, I cried, I am ruined, for I am a man of unclean lips. I live among a people of unclean lips, and my eyes have seen the King. എന്താണ് ഞാൻ ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നത്? Here is what I'm trying to tell you. കർത്താവിനെ കണ്ടുമുട്ടിയാൽ പിന്നെ പഴയ നിലയിലേക്ക് നമ്മൾ മടങ്ങി പോകും. If you meet Christ, you will not go back the same way. ഹല്ലേലൂയ. പൗലോസിനെ നമ്മൾ ശൗലിനെ കുറിച്ച് ചിന്തിച്ചാൽ പുതിയ നിയമത്തിൽ If you think about Saul in the New Testament, ശൗല് ദൈവത്തെ കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ പഴയ വഴിക്കല്ല പോയത്, ഒരു പുതിയ വഴിക്ക് ഹല്ലേലൂയ മാറ്റപ്പെട്ടവനായിട്ടാണ് പോകുന്നത്. when he meets Jesus at the entry to Damascus, he does not go back the old way, he goes in a new direction. ഹല്ലേലൂയ. നമ്മുടെ യോഹന്നാൻ അപ്പോസ്തലനായ യോഹന്നാൻ നമ്മുടെ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ മരിച്ചവനെ പോലെയായി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. We read when John meets our Lord, he became like a dead man. ദൈവജനമേ, ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഹല്ലേലൂയ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നാൽ നമുക്ക് പഴയതുപോലെ ഇവിടെ ഇരിപ്പാൻ കഴിയില്ല. When the Lord's presence comes here, we will not be sad like old times. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം ഹല്ലേലൂയ തീ എന്നുള്ളതായ സംഗതി. We all know about fire. ഹല്ലേലൂയ. ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് If you light up a candle, ഹല്ലേലൂയ അതിന് പുറകിൽ അതിന്റെ മുകളിൽ മറ്റൊരു മെഴുകിനെ പിടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? if you hold up another candle on top of this lit candle, what happens? എന്താ സംഭവിക്കുന്നത്? ആ മെഴുക് ഉരുകി പോകും. The wax of that other candle will melt. ഇതാണ് നമ്മുടെ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത്. This is what happens when we come into the presence of God. എത്ര കട്ടിയുള്ള വ്യക്തിയാണെങ്കിലും ഹല്ലേലൂയ എത്ര ഹല്ലേലൂയ കട്ടിയുള്ളതായി ഹൃദയത്തോടു കൂടെ കടന്നു വന്നാലും ദൈവസന്നിധിയിൽ കടന്നു വന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ട നിലയിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഹൃദയത്തെ പഴയ കല്ലായ ഹൃദയമല്ല ഹല്ലേലൂയ ഒരു പുതിയ ഹൃദയം തന്ന് നമ്മെ മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Our God is a God who, if you come to him with a stubborn, with a rock-like heart, he will change it to a soft one. ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ആരാധന ഹല്ലേലൂയ വെറും ഹല്ലേലൂയ റിച്വലായിട്ട് ഒരു കടമയായിട്ട് ഹല്ലേലൂയ ഒരു പാരമ്പര്യമായിട്ടുള്ളതായ വഴികളിലേക്ക് കടന്നു പോകുകയല്ല. കർത്താവേ,
ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങേ എനിക്ക് യഥാർത്ഥത്തിൽ ആരാധിക്കുവാൻ കൃപ തരണമേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയും? How many of you can pray this morning, God, when we come into your presence, let it not be a ritual or tradition, but it is a true worship that you seek. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാൻ ഇന്ന് പൽക്കാലം ഞാൻ അന്വേഷിച്ച് കടന്നു വരുന്നു. How can we say, Lord, I seek you this morning? കർത്താവേ, അവിടുത്തെ പ്രകാശം, അവിടുത്തേതായ നക്ഷത്രത്തെ എന്നെ ഒന്ന് കാണിക്കണമേ. Lord, reveal the star and the light to me. കർത്താവേ, അങ്ങയുടേതായ വചനം, അങ്ങയുടേതായ ദർശനം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ അവിടുന്ന് നൽകണമേ എന്ന് എത്ര പേർക്ക് പറയുവാൻ തക്കവണ്ണം കഴിയും? How many of you can say this, Lord, reveal yourself to me and to my children? എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്നു. എൻ്റെ ആരാധനയെ അങ്ങ് സ്വീകരിക്കണമേ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയും? Can we come together and make this prayer, Lord, receive our worship? ദൈവമേ, ഞാൻ ഇതുവരെ വന്നതുപോലെയല്ല, ഒരു പുതിയ വഴിയിലേക്ക്, പുതിയ തീരുമാനത്തിലോട് ഹല്ലേലൂയ എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് എത്ര പേർക്ക് പറയുവാൻ തക്കവണ്ണം കഴിയും? How many of you can say this morning, God, change my life, take me in a new direction? അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നു, സമർപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് പൽക്കാലം ദൈവ സാന്നിധ്യത്തിൻ്റെതായ ശ്രേഷ്ഠത രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകും. If you make that submission this morning, it will be revealed to you the greatness of God's power. ഇന്ന് പൽക്കാലത്ത് വചനധ്യാനം അതിന് കാരണമാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. Hallelujah. And let's continue to worship our God through our English songs. Praise the Lord.